ഞാൻ ശ്രമിച്ചു, തീവ്രമായി ശ്രമിച്ചു. ആദ്യമായി മഞ്ഞക്കുപ്പായത്തിൽ പന്ത് തട്ടിയത് ഈ മൈതാനത്താണ്. ഇവിടെ വെച്ച് തന്നെ എല്ലാം അവസാനിപ്പിക്കുന്നു. അവൻ തോറ്റുമടങ്ങിയത് നോർവേയോടല്ല, എത്ര ക്രൂശിച്ചിട്ടും മതിയാകാത്ത ഫുട്ബോൾ ദൈവങ്ങളോട്. ലോക ഫുട്ബോളിന്റെ മിശിഹായായി ഒരുവനും രാജാവായി മറ്റൊരുവനും വാണിരുന്ന കാലം. അന്ന് അവരോടൊപ്പം സുൽത്താനായി അവനെയും ഫുട്ബോൾ ലോകം പ്രതിഷ്ഠിച്ചതാണ്. ഫുട്ബോളിന്റെ താളുകളിൽ ഇത്രയധികം തവണ പരുക്ക് വഴിമുടക്കിയ താരം ഉണ്ടാകാനിടയില്ല. ഒന്ന് കൂട്ടിനോക്കിയാൽ നെയ്മറിന്റെ കരിയറിന്റെ പ്രധാന സമയത്തെ 4 കൊല്ലമാണ് പരുക്ക് കവർന്നെടുത്തത്. ആകെ കളിച്ചത് 130 മത്സരങ്ങൾ, ഗോൾ നേട്ടം 80. സാക്ഷാൽ പെലെയെയും പിന്നിലാക്കി കുതിച്ചവന് ബ്രേക്കിടേണ്ടി വന്നത് പരുക്കിന് മുന്നിൽ മാത്രം. ലോകകപ്പിന് മുൻപ് ദേശീയ ടീമിൽ നിന്നും പുറത്തിരിക്കേണ്ടി വന്നത് 981 ദിവസം. അതിന്റെ വേദനയും നിരാശയുമൊക്കെ അലിഞ്ഞില്ലാതായത് ആ മഞ്ഞക്കുപ്പായം വീണ്ടും മാറോട് ഊട്ടിയപ്പോഴായിരുന്നു. ഇത്തവണ പിഴക്കില്ലെന്ന് പ്രതീക്ഷിച്ചു. ഇനിയും പരീക്ഷണങ്ങൾ ബാക്കിയുണ്ടെന്ന് അവൻ കരുതിയില്ല. അവസാന നിമിഷം കിട്ടിയ പെനാൽറ്റി എടുക്കുന്ന നേരം കണ്ടതാണ്. നേരത്തെ ഒന്ന് തട്ടിയകറ്റിയ നൈലാൻഡിന് ഒന്ന് എത്തി നോക്കാൻ പോലുമുള്ള അവസരം നെയ്മർ നൽകിയില്ല. ആദ്യ പെനാൽറ്റി കിട്ടുമ്പോൾ അവനുണ്ടായിരുന്നുവെങ്കിൽ തങ്ങൾക്ക് ലീഡെടുത്തേനെയെന്ന് ബ്രസീൽ ആരാധകർ കട്ടായം പറയുന്നു. സത്യമാണ്, അയാളുടെ നെഞ്ചുറപ്പ് പലകുറി നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ബ്രസീലിയൻ കുപ്പായത്തിൽ കൈവശമുള്ളത് കോൺഫെഡറേഷൻ കപ്പും ഒളിമ്പിക് മെഡലുമാണ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഗോളെണ്ണവും കിരീടത്തിന്റെ വലിപ്പവും മാത്രം തൂക്കി നോക്കി വിലയിട്ട് ആരാധിക്കുന്ന രീതി ഫുട്ബോളിലില്ല. അങ്ങനെ തുടരുന്നിടത്തോളം നെയ്മർ ഇതിഹാസങ്ങളുടെ പട്ടികയിലുണ്ടാകും. പ്രിയപ്പെട്ട നെയ്മർ, നോർവേ തന്ന ഷോക്കിനിടെ ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല നിങ്ങൾ പെയ്തൊഴുകയാണെന്ന്. 2026 ഫിഫ ലോകകപ്പിൽ 2 മത്സരങ്ങളിൽ മാത്രമാണ് നെയ്മർക്ക് ബൂട്ടണിയാൻ സാധിച്ചത്. പരിക്കിന്റെയും മറ്റും അലട്ടലുകൾക്കിടയിലും ഗ്രൂപ്പ് ഘട്ടത്തിൽ സ്കോട്ട്ലൻഡിനെതിരായ മത്സരത്തിൽ പകരക്കാരനായി കളത്തിലിറങ്ങിയ നെയ്മർ പ്രീ ക്വാർട്ടറിൽ നോർവേക്കെതിരെ നടന്ന മത്സരത്തിൽ ഇഞ്ചുറി ടൈമിൽ പെനാൽറ്റിയിലൂടെ ഒരു ഗോൾ കൂടി നേടിയിരുന്നു. ഇതാണ് ബ്രസീലിന് വേണ്ടിയുള്ള താരത്തിന്റെ അവസാന ഗോളായി മാറിയത്.